5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്നും മടങ്ങും. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന ഗവർണർ ഇന്ന് കൊച്ചിയിലെത്തുന്ന ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷമായിരിക്കും ബീഹാറിലേക്ക് പുറപ്പെടുക. സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും എന്നും കലഹിച്ച ഗവർണർ കൂടിയാണ് കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, തന്റേതായ ഒരു നിലപാട് കർശനമായി തന്നെ നടപ്പിലാക്കിയ കേരള ഗവർണർ എന്ന് തന്നെ വ്യക്തമാക്കേണ്ടി വരും. എപ്പോഴും സർക്കാരിൻ്റെ നീതികേടുകളെക്കുറിച്ച് ഉച്ചത്തിൽ തന്നെ സംസാരിച്ച ഗവർണർ, കേരളത്തിൻ്റെ സ്വന്തം ഗവർണർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി മടങ്ങുകയാണ്. പ്രജിത്ത്, പോരാട്ടത്തിന്റെ 5 വർഷങ്ങൾ കഴിഞ്ഞാണ് ഗവർണർ കേരളത്തിൽ നിന്ന് മടങ്ങുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അത്ര വലുതാണ്. സർക്കാരിന്റെ സ്വജനപക്ഷപാത നിലപാടുകളെയൊക്കെ ചോദ്യം ചെയ്തായിരുന്നു ആദ്യം ഗവർണർ സർക്കാരിനെതിരെ ഒരു പോർമുഖം തുറക്കുന്നത്. പ്രത്യേകിച്ച് പുനർനിയമനങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളിൽ ഈ രീതിയിൽ വിരമിച്ച വിസിമാർക്ക് നിയമനം നൽകാനുള്ള സർക്കാരിന്റെ നീക്കവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം അങ്ങനെ ഒരു തർക്കമുണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം സർക്കാരിനെ പല രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ഓരോ ഘട്ടത്തിലും സർക്കാർ എടുത്ത നിലപാടുകൾ, രാജ്യവിരുദ്ധ നിലപാടുകൾ, അതൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിന്റെ വീഴ്ചകളൊക്കെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന നിലപാടിലേക്കൊക്കെ ഗവർണർ പോയിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യത്തെ സർക്കാർ ഗവർണർ ഉടക്ക എന്ന് പറയുന്നത്. പിന്നീട് പല വിഷയങ്ങളിലും ആ രീതിയിലുണ്ടായി. ഓരോ യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹത്തിന് ചാൻസലർ എന്ന നിലയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിലെ ഈ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കാനുള്ള ഇടപെടൽ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ 5 വർഷവും 4 മാസവും നീണ്ട അദ്ദേഹത്തിന്റെ ഒരു കാലയളവിൽ പൂർണ്ണമായും ഈ രീതിയിലുള്ള ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി. എന്നാൽ ഗവർണറുടെ ഇത്തരം ഇടപെടലുകളെ SFI തെരുവിലിറക്കി നേരിടാനുള്ള ഒരു ശ്രമമായിരുന്നു സർക്കാരും ഇടതുപക്ഷവും ഒക്കെ നടത്തിയത് എന്നുള്ളതാണ്. അതിനെതിരെയും അദ്ദേഹം വളരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് SFI നേരിടാൻ SFI അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും വാഹനത്തിനെതിരെ ആക്രമണമൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് പോലും കൃത്യമായി അതിനെ തെരുവിൽ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കൊക്കെ ഗവർണർ പോയിരുന്നു. അന്ന് നിലവിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് SFIയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു, ഗവർണറുടെ വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു, ഗവർണറെ തടയുന്നു, വാഹനത്തിനടുത്ത് ഒരു SFI പ്രവർത്തകർ എത്തുന്നു. അന്ന് പോലീസ് അദ്ദേഹം വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി SFI പ്രവർത്തകരോട് എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് കൂടി അദ്ദേഹത്തിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് പോലീസ് പോലും ഈ SFI പ്രവർത്തകർക്കെതിരെ കാര്യമായ നടപടി സ്വീകരിക്കാനോ ഗവർണറുടെ സുരക്ഷ ഒരുക്കാനോ ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ്. ആ ഒരു വിഷയമുണ്ടായപ്പോൾ പോലും അദ്ദേഹം തെരുവിലിറങ്ങി നിന്ന് SFI പ്രവർത്തകരോട് എന്തിനാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. അതിന് മറുപടിയില്ലാത്തതിനാൽ SFI പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നു. അതിനും കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അടക്കം സമീപിക്കുമെന്ന് റോഡിൽ നിന്നുകൊണ്ട് കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കുമൊക്കെ തയ്യാറായിട്ടാണ് ഗവർണർ കേരളം വിടുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അങ്ങനെ ഈ ഒരു മറ്റു വിഷയങ്ങളുമുണ്ട് നിരവധി. കാരണം ഒരുപക്ഷെ പ്രതിപക്ഷത്തിനേക്കാൾ വലിയ പ്രതിപക്ഷമായി മാറിയിട്ടുള്ള ഒരാളായിരുന്നു കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം സർക്കാരിന്റെ വീഴ്ചകളെ ഓരോന്നായി ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് പോലും കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഗവർണർ അത് പൊതുനിരത്തിലിറങ്ങി പൊതുവേദികളിൽ ഇറങ്ങി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയൊക്കെ കേരളത്തിൽ നിയമസഭയിലൊക്കെ പ്രമേയമൊക്കെ വന്ന സമയത്ത് പോലും അതിനെതിരെ നിശ്ചിത വിമർശനങ്ങൾ ഉയർത്തി രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ പോലും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. എന്തായാലും ഏറ്റവും അവസാനം ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്കൃത വിഭാഗത്തിന്റെ സെമിനാറുമായി ബന്ധപ്പെട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഗവർണർക്ക് പൂർണ്ണമായി സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അത്രയും ഒട്ടനവധി വിഷയങ്ങളിൽ സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി, അല്ലെങ്കിൽ ആ രീതിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയങ്ങളിലെല്ലാം സ്വീകരിച്ച നിലപാടുകളുള്ളത്. ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ അന്ന് കടന്നുപോയിട്ടുള്ള ആൾ കൂടിയാണ് ഗവർണർ. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ ഒരു ഗവർണർ സർക്കാർ പോര് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ
തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. തീർച്ചയായും പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കി എന്ന് പറയുമ്പോൾ പ്രജിത്ത് നമുക്കറിയാം ഭരണഘടന അനുസൃതമായി തന്നെയാണ് ഗവർണർ ഓരോ നീക്കവും നടത്തിയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ പല വിഷയങ്ങളും മുങ്ങിത്താണ് പോയേനെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം BC നിയമനത്തിലടക്കം സിദ്ധാർത്ഥന്റെ മരണത്തിലടക്കമൊക്കെ ഗവർണർ സ്വീകരിച്ച ആ ശക്തമായ നിലപാട് പൊതുജനത്തിനു പോലും എത്രത്തോളം മികച്ച സന്ദേശം നൽകുന്നതായിരുന്നു എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ പക്ഷേ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി പോലീസ് നടത്തിയ പല രീതിയിലുള്ള അനാസ്ഥകളും, പക്ഷേ അതിനൊന്നും അദ്ദേഹം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കോഴിക്കോട്ടെ തെരുവീഥികളിൽ കണ്ടതാണ്, അല്ലേ പ്രജിത്ത്? അതെ അതെ, കാരണം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം കോഴിക്കോട് അദ്ദേഹത്തിന്റെ ആ സന്ദർശനവും അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അന്തിയുറങ്ങിയ ചരിത്രമൊക്കെ ഉണ്ട്. അത് മുട്ടായി തെരുവിൽ ഇറങ്ങി തെരുവിലൂടെ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ സമയത്താണ് അദ്ദേഹം അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു രാത്രി ചെലവഴിച്ചുകൊണ്ട് അതിലൊരു പ്രതിഷേധം എന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൽ ഒരു അത്തരം ഭീഷണികളിൽ ഭയക്കുന്ന താനല്ല എന്ന് ഒരാളല്ല താനെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് അദ്ദേഹം പോയത്. അന്ന് തന്നെ മിഠായി തെരുവിലൊക്കെ അദ്ദേഹം ഇറങ്ങി നിർന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ചൊരു സ്വീകരണമുണ്ട്. ജനങ്ങൾക്കിടയിൽ നിന്ന് ഗവർണറെ കാണാനും ഗവർണറോട് സംസാരിക്കാനും അദ്ദേഹത്തിന് കൈകൊടുക്കാനും ഒക്കെ ഓടിക്കൂടിയത് സാധാരണക്കാരായ ആളുകളാണ്. ഒട്ടനവധി വിഷയങ്ങളിൽ അദ്ദേഹം ഒരു ജനകീയ മുഖമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ഈ ഗവർണർമാരുടെ ഒരു സാധാരണ രീതികളിൽ നിന്നൊക്കെ അദ്ദേഹം വളരെ വ്യത്യസ്തനായിരുന്നു. ഗവർണർമാരെന്ന് പറയുമ്പോൾ സാധാരണ ഒരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് കാവലുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിൽ മാത്രം കണ്ടിരുന്ന ആളുകൾ. അദ്ദേഹം അത്തരം ആളുകൾ ചില ഒരുപക്ഷെ ഗവർണർമാർ പൊതുജനങ്ങളോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ ഒരു സംസാരിക്കുന്ന ഒരു കീഴ്വഴക്കം പോലും ആരിഫ് മുഹമ്മദ് ഖാന് മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതിന് മുൻപ് അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അത് മാധ്യമപ്രവർത്തകർക്കായ പലരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. കാരണം ഗവർണർമാരുടെ പ്രതികരണം എടുക്കുന്നതും ബൈറ്റ് എടുക്കുന്നതും ഒന്നും നമുക്കൊരു ശീലമുള്ള വിഷയമേ ആയിരുന്നില്ല. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതോടുകൂടി അദ്ദേഹം സാധാരണ ഗവർണർമാർക്ക് അതിന് അപ്പുറത്തേക്ക് ഒരു ജനകീയമായ മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേഷവിധാനം പോലുമാണെങ്കിലും അദ്ദേഹത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള അദ്ദേഹം കാലാകാലമായി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയ കാലത്തുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള വേഷവിധാനങ്ങളോടെ അദ്ദേഹം വന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് സമയം കണ്ടെത്തി. മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു. ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകാത്ത ഒരു സാഹചര്യം ഇന്നേ വരെ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സർക്കാരിന്റെ വീഴ്ചകൾ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഭരണഘടനാപരമായിട്ടുള്ള തന്റെ ഉത്തരവാദിത്തം എന്ന രീതിയിൽ തന്നെ എന്തുകൊണ്ട് താൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിയമപരമായ വശം എന്ത്, ഗവർണർക്ക് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ മറുപടി ലഭിക്കാനുള്ള അർഹതയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമായി എടുത്തു പറയുന്നു. ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണമുണ്ടായപ്പോഴാണെങ്കിലും ശരി, തിരുവനന്തപുരത്ത് അമേഴഞ്ചാൻ തോട്ടിൽ വീണ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മരണമുണ്ടായപ്പോഴും ശരി, അവ വീട്ടുകാരെയൊക്കെ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയ ആളുകളിൽ ഒരാൾ ഗവർണറാണ്. ഒരുപക്ഷെ സംസ്ഥാന മുഖ്യമന്ത്രിക്കോ സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കോ പോലും സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും ആ കുടുംബത്തോടും അല്ലെങ്കിൽ അവിടെ ആരാണോ ഇരയാക്കപ്പെട്ടത് അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർക്ക് താങ്ങായി കരുത്തായി അദ്ദേഹം രംഗത്തെത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ആ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഇടപെടൽ ഗവർണർ നടത്തിയതാണ്. അങ്ങനെ ഒരു ജനകീയ മുഖം കൂടിയാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട PR വിവാദത്തിന് ഹേതുവായിട്ടുള്ള മലപ്പുറം പരാമർശത്തിലൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുണ്ട്. അത്തരമൊരു സ്ഥലത്ത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം പലപ്പോഴും ഉന്നയിച്ചു. അതിനുള്ള വിശദീകരണം നൽകണമെന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. അദ്ദേഹം DGPയെയും ചീഫ് സെക്രട്ടറിയും ഒക്കെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സർക്കാരിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിലെ BC നിയമനങ്ങളിൽ ഇത്രയധികം കോളിളക്കം ഉണ്ടാക്കിയ ഒരു വർഷം ഉണ്ടായിട്ടില്ല, കാരണം അല്ലെങ്കിൽ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപൊക്കെ ഈ രാഷ്ട്രീയ നിയമനങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോയ VC നിയമനങ്ങളിൽ അതിന് പകരം അക്കാഡമിഷ്യന്മാരായിട്ടുള്ള സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നയിക്കാൻ വേണ്ടി ശേഷിയുള്ള ആളുകളെ രാഷ്ട്രീയ നിയമനത്തിനപ്പുറത്തേക്ക് നിയമിക്കുന്നതിൽ ഗവർണറുടെ ഇടപെടലുണ്ടായി. ഇപ്പോൾ സിൻഡിക്കേറ്റുകളുടെയൊക്കെ കാര്യമെടുക്കുമ്പോൾ പോലും അവിടെയും ഈ രാഷ്ട്രീയ അതിപ്രസരം എപ്പോഴും നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന് പരമായി എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുള്ള ആളുകളെയും അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമൊക്കെ അദ്ദേഹം നടത്തിയതാണ്. VC നിയമനങ്ങളെല്ലാം ഈ പറയുന്ന രീതിയിൽ UGC ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് നടന്നിരുന്നൊരു കാലം കേരളത്തിലുണ്ട്. അതിനെല്ലാം മാറ്റം കൊണ്ടുവരാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായി എന്നുള്ളൊരു വിഷയം നമ്മൾ എടുത്തു കാണിക്കേണ്ടതാണ്. എല്ലാ VC നിയമനങ്ങളും കോടതികളിലൊക്കെ എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതിൽ പലപ്പോഴും സർക്കാരിന്
സർക്കാരിന് വലിയ തിരിച്ചടികൾ ഉണ്ടായി, സർക്കാർ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. അതിന് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെയുള്ള അല്ലെങ്കിൽ വിസിമാർക്കെതിരെയൊക്കെ സർക്കാരിന്റെ പ്രതികാര നടപടികളൊക്കെ പരാജയം തുറന്നു സമ്മതിക്കേണ്ട സാഹചര്യമാണോ എന്നത് കൂടിയാണ്. എന്തായാലും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന് ആശംസാ പ്രവാഹമാണ് നമ്മുടെ കമന്റ് ബോക്സിലും നിറയുന്നത്. അതിൽ ശ്രീ പ്രകാശൻ വെലുക്കുട്ടി പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ സിംഹത്തിന് ആശംസകൾ എന്നാണ്. അതുപോലെ തന്നെ മറ്റ് നിരവധി കമൻറ്റുകളും നിറയുന്നുണ്ട്. അമ്മമ്മ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറയുന്നു. കേരളം കണ്ട ഏറ്റവും ശക്തനായ ഗവർണർ എന്നുകൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണ്. കേരള ജനതയെ സ്നേഹിച്ച ഗവർണർ, കേരള ജനത തിരികെയും സ്നേഹിച്ച ഗവർണർ, TN ശേഷന് ശേഷം കാണുന്ന ശക്തനായ ഒരു ഭരണാധികാരി എന്ന ഒരു അഭിപ്രായം കൂടി ശ്രീ പ്രകാശൻ വെലുക്കുട്ടി പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർക്ക്. TN രാജേന്ദ്രൻ പറയുന്നത് അഭിനന്ദനങ്ങൾ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ. എന്താണ് ഗവർണർ എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയ ഭരണകർത്താവ് കൂടിയാണ് അദ്ദേഹം എന്ന വിലയിരുത്തലും വരുന്നുണ്ട്.